അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. യേശു വന്നാൽ, യേശു തൊട്ടാൽ, യേശു വന്നാൽ, യേശു തൊട്ടാൽ പാപമെല്ലാം മാറിപ്പോകും, ശാപമെല്ലാം തീർന്നു പോകും. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല ദിവസം കൂടെ കർത്താവ് നമുക്ക് തന്നതിനായി ദൈവത്തെ സ്തുതിക്കാം. ഇന്നത്തെ നമ്മുടെ സ്പോൺസർ ദുബായിൽ നിന്നും ഏഞ്ചലാണ്. ഏഞ്ചൽ പ്രാർത്ഥിക്കാനായി പറഞ്ഞിരിക്കുന്നത് തനിക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു വിവാഹം നടക്കണം. അതോടൊപ്പം തന്നെ ഈ മാസം തന്നെ തൻ്റെ ജോലിയുമായുള്ള എല്ലാ ബിസിനസ് ഡീലുകളും അവസാനിപ്പിക്കുവാൻ കഴിയണം. ആ കാര്യങ്ങളുടെ മേൽ കർത്താവിൻ്റെ കൃപ ചലിക്കാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അപ്പോൾ ഞങ്ങൾ ഏഞ്ചലിനെ അനുഗ്രഹിക്കുന്നു. ഏഞ്ചൽ സ്വപ്നം കാണുന്ന പോലെ കർത്താവുമായുള്ള ബന്ധത്തിൽ സ്നേഹത്തിലും വിശ്വസ്തയിലും ആത്മാർത്ഥതയിലുമായിരിക്കുന്ന ഒരു നല്ല ദൈവ പൈതലിനെ തൻ്റെ ലൈഫിലേക്ക് കർത്താവെ അവിടുന്ന് കൊടുക്കുന്നതോർത്ത് നന്ദി പറയുന്നു. കർത്താവെ തൻ്റെ ലൈഫ് പാർട്ട്ണറായി പ്രാർത്ഥിക്കുന്ന കർത്താവെ യേശുവെ അവിടുന്ന് സെലക്ട് ചെയ്യുന്ന, അവിടുന്ന് ചേർത്ത് വെക്കുന്ന കർത്താവെ ആ ദൈവിക നന്മയ്ക്കായി നന്ദി പറയുന്ന കർത്താവെ ഏഞ്ചലിനെ ഞങ്ങൾ അനുഗ്രഹിക്കുന്ന കർത്താവെ തൻ്റെ ലൈഫിൽ കർത്താവ് ചെയ്യുന്ന കർത്താവെ ആ വലിയ കൃപയ്ക്കായി സ്തോത്രം. ഈ നാളുകളിൽ ആ കാര്യങ്ങൾ ഒരുങ്ങി വരട്ടെ അപ്പാ. യേശുവെ അവിടുന്ന് ചേർത്ത് വെക്കുന്നതിനായി നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ തൻ്റെ ബിസിനസ് ഡീലുകൾ അവസാനിപ്പിക്കാൻ കഴിയട്ടെ. ആ കാര്യങ്ങളുടെ മേലും അവിടുത്തെ വഴി തുറക്കണം അപ്പാ, വാതിലുകൾ തുറക്കണമേ അപ്പാ. അവിടുന്ന് ചെയ്യുന്ന പ്രവൃത്തിക്കായി നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്. ആമേൻ. ഏഞ്ചൽ ഒരു അനുഗ്രഹമാകട്ടെ അപ്പാ. എല്ലാ മേഖലയിലും ഉയർച്ചയും നന്മയും ഏഞ്ചലിൻ്റെ ലൈഫിൽ കാണുവാനിടയാകട്ടെ. ഗോഡ് ബ്ലസ് യു. മിറക്കിൾ സൺഡേ അഞ്ചലിൽ ഏപ്രിൽ 28 രാവിലെ 8:30 മുതൽ. സ്ഥലം ജീസസ് വേൾഡ് വർഷിപ്പ് സെന്റർ, അഞ്ചൽ. ഹീലിംഗ് ആൻഡ് ഡെലിവറൻസ് ക്യാമ്പ് തിരുവനന്തപുരം മെയ് 1-2 തീയതികളിൽ ബ്രദർ ജോൺ താരു ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നു. സ്ഥലം കോട്ടയ്ക്കാട്ട് കൺവെൻഷൻ സെന്റർ, നവജീവൻ സ്കൂളിന് എതിർവശം, നാലാഞ്ചിറ. മിറക്കിൾ സൺഡേ തിരുവനന്തപുരത്ത് മെയ് 5 രാവിലെ 11 മുതൽ. ബിഷപ്പ് പെരേര ഹാൾ, നന്ദാവനം, തിരുവനന്തപുരം. TV പ്രേക്ഷക സംഗമം കണ്ണൂർ മെയ് 8 രാവിലെ 10:30 മുതൽ. സ്ഥലം IMA ഹാൾ, തളാപ്പ്, കണ്ണൂർ. TV പ്രേക്ഷക സംഗമം എറണാകുളത്ത് മെയ് 9 രാവിലെ 10:30 മുതൽ. സ്ഥലം ടൗൺ ഹാൾ, നോർത്ത് റെയിൽവേ സ്റ്റേഷന് സമീപം, എറണാകുളം. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യമാണ്. ഇത് മേനംകുളത്ത് നിന്നും ജയരാജൻ എന്നു പേരുള്ള ഒരു ബ്രദർ പങ്കുവെച്ച സാക്ഷ്യമാണ് നമ്മളിന്ന് കേൾക്കാൻ പോകുന്നത്. ബ്രദർ പറയുന്നത് 20 വർഷത്തോളമായി താൻ അലർജിയാൽ ഭാരപ്പെട്ടിരുന്നു. താൻ ഒരു പെയിൻറ്റിങ് തൊഴിലാളിയാണ്. എന്നാൽ പെയിൻറ്റ് തനിക്ക് അലർജി ആയിരുന്നു. താൻ പറയുന്നത് തനിക്ക് തണുത്ത ആഹാരം കഴിക്കാൻ കഴിയത്തില്ല, ചൂടുള്ളത് മാത്രമേ കഴിക്കാൻ കഴിയത്തുള്ളൂ, പച്ചവെള്ളത്തിൽ കുളിക്കാൻ കഴിയത്തില്ല, തണുത്തതൊന്നും ഭക്ഷിക്കാൻ കഴിയത്തില്ല. തണുപ്പടിച്ചു കഴിഞ്ഞാൽ അസഹ്യമായ പ്രയാസങ്ങൾ ശരീരത്തിൽ അനുഭവിക്കുമായിരുന്നു. നിർത്താതെ ചുമ വരുമായിരുന്നു. ചുമച്ച് രക്തം ഛർദ്ദിക്കുന്ന വിധത്തിൽ അല്ലെങ്കിൽ ബ്ലഡ് വായിൽ നിന്ന് വരുന്ന വിധത്തിൽ അനുഭവം ഉണ്ടായിരുന്നു. അദ്ദേഹം വിഷമത്തോട് പറയുന്ന 21 ദിവസം വരെയൊക്കെ ആ പ്രയാസം നീണ്ടുപോയിരുന്നു. ഒത്തിരി വേദനിക്കുന്ന അനുഭവത്തിലൂടെയാണ് കടന്നുപോയത്. മരണം മുൻപിൽ കണ്ടുകൊണ്ടിരുന്ന നാളുകൾ തൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. മരിക്കണമോ, താൻ എന്ത് ചെയ്യണമെന്ന് ചിന്തിക്കുന്ന ഒരു സമയത്താണ് നമ്മുടെ പ്രോഗ്രാം കാണാനിടയായത്. അതേ തുടർന്ന് കർത്താവിനെ അറിഞ്ഞു. ദൈവം കൊടുത്ത അത്ഭുത സൗഖ്യത്തിനായി കർത്താവിന് നന്ദി പറയാം. ഇന്ന് ആരോഗ്യത്തോടായിരിക്കുന്നു. എല്ലാവിധമായ പ്രയാസങ്ങളിൽ നിന്നും കർത്താവ് വിടുവിച്ചു. നമുക്ക് ആ സാക്ഷ്യത്തിലേക്ക് പോകാം. എനിക്ക് പെയിൻറ്റിൻ്റെ അലർജി കൊണ്ട് ഞാൻ ചുമച്ച് ഛർദ്ദിക്കുമായിരുന്നു. വെള്ളമാണ് കുടിക്കണമെങ്കിൽ അവസാനത്തെ നീര് വരെ അതിങ്ങനെ ഛർദ്ദിക്കും. ഒന്നും ഇല്ലാതാകുമ്പോഴേ വീണ്ടും തൊണ്ടയൊക്കെ മുറിഞ്ഞ് ചോരയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. വണ്ടി നിങ്ങൾ പോകുമ്പോൾ ഛർദ്ദിച്ചോണ്ടാണ് പോകുന്നത്. അപ്പോൾ ആരും ഈ വണ്ടി നിന്നൊക്കെ ഇറങ്ങി ഛർദ്ദിക്കുകയാണെങ്കിൽ ആരും നോക്കത്തില്ല. കാരണം മദ്യപിച്ചുകൊണ്ടൊക്കെ ഛർദ്ദിക്കുന്നതാണ് പലരും വിചാരിക്കത്തുള്ളൂ. എൻ്റെ ദൈവമേ, നീ എന്തിനു എന്നെ, ഞങ്ങൾ എന്ത് പാവം ചെയ്തിട്ടാണ് ഞങ്ങളിങ്ങനെ ഇട്ട് ശിക്ഷിക്കണത്? ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനം എടുത്തു. നല്ല സാക്ഷ്യം കേൾക്കാൻ പോവുകയാണ്. നമ്മുടെ ഇടയിലെ ജയരാജ് ബ്രദറാണുള്ളത്. എൻ്റെ സ്വന്തം ബ്രദറാണ്.
മേനംകുളത്ത് നിന്ന് ഞങ്ങൾ അയൽവാസികൾ കൂടെയാണ്. ആമേൻ, ഹല്ലേലൂയ. തനിക്ക് ദൈവം ചെയ്തൊരു വലിയ അത്ഭുതമാണ് എന്ന് താൻ സാക്ഷ്യം പറയാൻ നിൽക്കുന്നത്. ജയരാജ് ബ്രദറെ, ബ്രദറിന്റെ പേര് ഒഫീഷ്യലായി ചോദിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിലും ഇത് ഞങ്ങളുടെ സ്വന്തം ജയരാജ് ബ്രദറാ. ആമേൻ, പറഞ്ഞിട്ട് ബ്രദറെ, താൻ പെയിന്റിംഗ് ജോലിയിലായിരുന്നു എന്നാണ് പറയുന്നത്. എത്ര നാളായിട്ട് പെയിന്റിംഗ് ജോലി ചെയ്യുന്നുണ്ട്? ഞാനൊരു 20 വർഷത്തോളമായിട്ട് പെയിന്റിങ്ങിന്റെ പണിയാ. അത് ഞാൻ 2015 ഒക്ടോബർ മാസത്തോടെയാണ് നമ്മളെ ചർച്ചിൽ വരുന്നത്. 2015 ഒക്ടോബർ മാസത്തിലാണ് ചർച്ചിൽ വരുന്നത്. പറഞ്ഞിട്ട് ബ്രദറെ, അതിന് വരാൻ ഇടയായ സാഹചര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് പെയിന്റിന്റെ അലർജി കൊണ്ട് ഞാൻ ചുമച്ച് ഛർദ്ദിക്കുമായിരുന്നു. പെയിന്റിന്റെ 20 വർഷമായിട്ട് പെയിന്റ് പണി ചെയ്യുന്നയാളാ, പക്ഷെ പെയിന്റ് പണി അലർജി ഉണ്ടാക്കുമായിരുന്നു. ഓക്കെ, ചുമച്ച് ഛർദ്ദിക്കുമായിരുന്നു. അപ്പൊ ഇത് സാധാരണ ഇംഗ്ലീഷ് മരുന്ന് ഒക്കെ കഴിച്ചു. ചുമച്ച് ഛർദ്ദിക്കുക മാത്രമല്ല, തൊണ്ടയിൽ പൊട്ടുമായിരുന്നു, വെള്ളം കുടിച്ചാൽ പോലും അങ്ങനെയൊക്കെ ആയിരുന്നു. എത്രത്തോളം സിവിയർ ആയിരുന്നു ഛർദ്ദിക്കുന്നു പറയുന്നത്? ശരിക്കും പറഞ്ഞ ബ്രദറെ, ഇത് തണുത്ത കാലാവസ്ഥയിലാണ് ഇത് വരുന്നത്. ഓക്കെ, അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് എനിക്ക് ഈ വെള്ളം, ഈ പച്ചവെള്ളമൊക്കെ ഇത്രയും ഭാഗത്തിൽ തൊട്ട് കഴിഞ്ഞാൽ ഞാൻ അങ്ങ് ചുമച്ച് ഛർദ്ദിക്കുമായിരുന്നു. എന്നുവെച്ചാൽ ഈ തണുക്കും. അപ്പൊ ഈ പച്ചവെള്ളമൊന്നും കുളിക്കാൻ പറ്റത്തില്ല, കുളിക്കാൻ പറ്റത്തില്ല, ചൂടുവെള്ളത്തിലാണ് കുളിക്കുന്നത്. അതുപോലെ നമ്മൾ കഴിക്കുന്ന ആഹാരം, ഇത് ആദ്യം അറിയത്തില്ലായിരുന്നു. കഴിക്കുന്ന ആഹാരം ചൂടില്ലെങ്കിൽ ഞാൻ ചുമച്ച് ഇങ്ങനെ ഛർദ്ദിക്കുമായിരുന്നു. തണുത്ത കാലാവസ്ഥയിലാണ് വരുന്നത്. അപ്പൊ നമ്മുടെ നാട്ടിൽ തണുത്ത കാലാവസ്ഥയാണ് ഏറ്റവും കൂടുതലുള്ളത്. അപ്പൊ ആ സമയത്താണ് ഇങ്ങനെ വന്നോണ്ടിരുന്നത്. തണുത്ത കാലാവസ്ഥയിൽ മുഴുവനായി നിന്ന് ചുമക്കുകയാണ് പതിവ്. ചുമക്കിന് മാത്രമല്ല, ചുമച്ച് ഛർദ്ദിച്ചുകൊണ്ടിരിക്കും. കാരണം പറഞ്ഞാൽ നമ്മൾ വെള്ളമാണ് കുടിക്കണമെങ്കിൽ അവസാനത്തെ നീര് വരെ അതിങ്ങനെ ഛർദ്ദിക്കും. അത്രയും ഛർദ്ദിച്ചിട്ടേ നിൽക്കത്തുള്ളൂ. അത്രത്തോളം സിവിയർ ആ കാര്യം. ശരിക്കും പറഞ്ഞാൽ നമ്മൾ നിന്ന് ഛർദ്ദിക്കുമായിരിക്കും, കുറച്ച് കഴിയുമ്പോൾ പിന്നെ നിൽക്കാൻ പറ്റത്തില്ല, ഇങ്ങനെ കുത്തിയിരുന്ന ആണ് ഛർദ്ദിച്ചു പോകും, എഴുന്നേക്കാൻ പറ്റത്തില്ല. പിന്നെ അതുപോലെ സിവിയർ ആയിരുന്നു. ഇത് അലർജി എന്ന് പറയുന്നതിന്റെ അങ്ങേയറ്റത്തെ രീതിയിലായിരുന്നു ആയിരുന്നത്. ഈ ഛർദ്ദിക്കൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അലർജിയുടെ കുഴപ്പം? ശ്വാസം മുട്ടലല്ലോ ബ്രദറെ. പിന്നെ ഈ അവസാനം വീണ്ടും ഒന്നും ഇല്ലാതാകുമ്പോഴേ വീണ്ടും തൊണ്ടയൊക്കെ മുറിഞ്ഞ് ചോരയാണ് വന്നോണ്ടിരിക്കുന്നത്. ഭയങ്കരമായിരുന്നല്ലേ? അപ്പൊ ആ സമയത്താണെങ്കിൽ ഒരു 21 ദിവസം പണിക്കൊന്നും പോകാതെ കിടന്നു. 21 ദിവസം ഈ കാരണം കൊണ്ട് പണിക്ക് പോകാതെ കിടന്നു. അതിൽ 7 ദിവസം വളരെ കൂടുതലായിരുന്നു. അവസാനം പള്ളി വരുന്നതിന് മുമ്പ് ഒരു 7 ദിവസം വളരെ കൂടുതലായിരുന്നു. എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ചോറൊക്കെ കഴിക്കുമ്പോൾ ചൂട് ചോറാണെങ്കിലും ഉള്ളിലോട്ട് ചെല്ലുമ്പോൾ തണുക്കുന്നുണ്ട്, വീണ്ടും ഛർദ്ദിക്കുമായിരുന്നു. 7 ദിവസം ഈ ബ്രെഡ്, ബിസ്ക്കറ്റ് അങ്ങനെയൊക്കെ ഉള്ള ഇതാണ് കഴിച്ചോണ്ടിരുന്നത്. ബ്രെഡും ബിസ്ക്കറ്റും മാത്രമേ കഴിപ്പ്. ആ സമയത്ത് ഉറങ്ങാനൊന്നും സാധിക്കുന്നില്ല, വീട്ടിൽ ആർക്കും ഉറങ്ങാൻ സാധിക്കത്തില്ല. ശരിക്കും പറഞ്ഞാൽ ഈ ക്ഷയരോഗികൾ ചുമക്കുന്നുണ്ടില്ലേ, അവര് തോറ്റുപോയി ഈ ചുമ. അങ്ങനത്തെ വലിയ ചുമയായിരുന്നു. ആ സമയത്ത് ഇങ്ങനെ മുന്നോട്ട് എങ്ങനെ ജീവിക്കും എന്നുള്ള ഒരു ചിന്ത വന്നു. കാരണം വെച്ചാൽ ജോലിക്ക് പോകാൻ വയ്യ, ജോലിക്ക് പോയാൽ ചുമക്കും, വീട്ടിലെ കാര്യങ്ങൾ നോക്കുകയും വേണം. അപ്പോഴത്തേക്ക് ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനം എടുത്ത് അങ്ങനെ ഇരിക്കുക. അതുപോലെയായിരുന്നു നമ്മുടെ സഫർ ചെയ്തിരുന്നത്. മുന്നോട്ട് പറ്റത്തില്ല ബ്രദറെ, കാരണം അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. അപ്പൊ ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം എടുത്തു വെച്ചിരുന്ന സമയത്താണ് ഈ TV ചാനൽ ഇങ്ങനെ യാദൃശ്യമായിട്ട് ഇടുവാനിടയിൽ. യാദൃശ്യമായിട്ടല്ല, യേശു എന്നെ കരുതിയതാണ്. ഒരു ജയരാജ് ഒരു നല്ല കൈയടി കൊടുത്ത് യാദൃശ്യമായിട്ട് നമ്മൾ പറയുമ്പോഴും തന്റെ പദ്ധതി പ്രകാരം, നിർണയപ്രകാരം വിളിച്ചോടുക്കല്ലാതെ തന്റെ അടുക്കിലേക്ക് വരാൻ കഴിയത്തില്ല. അപ്പൊ അങ്ങനെ ഇട്ടപ്പോഴാണ് ഒരു അത്ഭുത സാക്ഷ്യം എന്നും പറഞ്ഞ് ഒരു സാക്ഷ്യം കാണുന്നത്. ഒരു അമ്മയുടെ കാല് വളരുന്നതായിട്ടാണ് ഇങ്ങനെ കണ്ടത്. ഞാൻ എൻ്റെ വൈഫിൻ്റെ അടുത്ത് പറഞ്ഞ്, നമുക്ക് ഇവിടെ പോയി കഴിഞ്ഞാൽ എൻ്റെ രോഗം യേശു മാറ്റും എന്ന് പറഞ്ഞു. അങ്ങനെ തോന്നൽ ആ ദിവസം ഉണ്ടായി. അപ്പോൾ അന്നാണ് ആദ്യമായിട്ട്, അടുത്ത ആഴ്ച നമ്മളെ ഈദ് വെച്ചായിരുന്നു അവിടെ കടന്നു വന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആ വീട്ടിന്റെ വെളിയിറങ്ങാനൊന്നും 6 മണിക്ക് ശേഷം വീട്ടിന്റെ വെളിയിറങ്ങാൻ പറ്റത്തില്ല ബ്രദറെ. കാരണം ഈ തണുത്ത കാറ്റടിക്കുമ്പോൾ, ചെവിയിലൊക്കെ കാറ്റടിക്കുമ്പോൾ ദേഹം മൊത്തം തണുക്കും. അപ്പൊ വീട്ടിന്റെ വെളിയിറങ്ങാൻ പറ്റത്തില്ല. അങ്ങനെ ഇറങ്ങുകയാണെങ്കിൽ പഞ്ഞിയൊക്കെ വെച്ചിട്ട് ഹെൽമെറ്റൊക്കെ വെച്ച് വണ്ടിയിലൊക്കെ പോകാൻ പറ്റത്തുള്ളൂ. എന്നാൽ പോലെ അത് പറ്റത്തില്ല. അങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ റോഡിലൊക്കെ പോകുമ്പോൾ ഈ വണ്ടിയിലിരുന്നുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ മോനെ ട്യൂഷൻ കഴിഞ്ഞിട്ട് വിളിക്കാൻ വേണ്ടി പോകും. ട്യൂഷൻ കഴിഞ്ഞ് വിളിക്കാൻ പോകുമ്പോൾ 7 മണിക്കാണ് തിരിച്ചു വരുന്നത്. അപ്പോൾ ഈ സമയത്ത് റോഡിൽ വണ്ടി പോകുമ്പോൾ ഛർദ്ദിച്ചുകൊണ്ടാണ് പോകുന്നത്. അപ്പോൾ ആരും ഈ വണ്ടി നിന്നൊക്കെ ഇറങ്ങി ഛർദ്ദിക്കുകയാണെങ്കിൽ ആരും നോക്കത്തില്ല. കാരണം മദ്യപിച്ചുകൊണ്ടൊക്കെ ഛർദ്ദിക്കുന്നതാണ് പലരും വിചാരിക്കത്തുള്ളൂ. അങ്ങനെ ആ ഒരു അവസ്ഥയിലാണ് ചർച്ചിൽ കടന്നു വരുന്നത്. ചർച്ചിൽ കടന്നു വന്നപ്പോൾ ആദ്യത്തെ ദിവസം ബ്രദറിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു.
പ്രാർത്ഥിച്ചു. അന്നെന്ന് പറഞ്ഞാൽ ഒരു ബ്രദർ എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഒരു തണുപ്പ് എനിക്ക് അനുഭവപ്പെട്ടു. ശരീരത്തിൽ തണുപ്പുണ്ടായി. തണുപ്പുണ്ടായി. ഞാനങ്ങ് ബോധം കെട്ടി വീഴുന്നു. ഓക്കെ. ബോധം കെട്ടി വീഴുന്നിട്ട് ശരിക്കും പറഞ്ഞാൽ എനിക്ക് വെള്ളം തൊടാത്ത എനിക്ക് അന്ന് ഇത് വെച്ച് ഇന്ന് വീട് വരെ വന്നത് മഴ നനഞ്ഞാണ് വന്നത്. അന്ന് മഴയായിരുന്നു. അന്നെന്ന് പറഞ്ഞാൽ ബൈക്കിലാണ് പോയത്. വെള്ളം നനയാൻ പാടില്ലാത്ത ആള് ഇത് ഹൈറ്റ്സിൽ നിന്ന് മേനങ്ങളും വരെ എന്ന് പറയാൻ 15 കിലോമീറ്റർ മഴ നനഞ്ഞു വന്നു. അന്ന് പോയി ഈ അസുഖം പോയി. അന്ന് ചുമ പോയി. ആ മഴ നനഞ്ഞോട് കൂടിയിട്ട് കൈ അടിച്ചു രാമേൻ പറഞ്ഞേ, ഓ കർത്താവിലുള്ള സന്തോഷമാണ് എന്റെ സന്തോഷം, കർത്താവിലുള്ള ആനന്ദമാണ് എന്റെ ആനന്ദം, കർത്താവിലുള്ള സന്തോഷമാണ് എന്റെ സന്തോഷം, ആത്മാവിലുള്ള ആനന്ദമാണ് എന്റെ ആനന്ദം. രാവിലെ തോറും ഞാൻ അവന്റെ മുഖത്തെ കണ്ടിടുമേ, ദിനംതോറും ഞാൻ അവന്റെ ശബ്ദത്തെ കേട്ടിടുമേ. രാവിലെ തോറും ഞാൻ അവന്റെ മുഖത്തെ കണ്ടിടുമേ, ദിനംതോറും ഞാൻ അവന്റെ ശബ്ദത്തെ കേട്ടിടുമേ. ആനന്ദമേ 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 ആനന്ദമേ, യേശുവിലുള്ള വാസമെന്റെ ആനന്ദമേ, യേശുവിലുള്ള വാസമെന്റെ ആനന്ദമേ. ഓ ആനന്ദമേ 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 ആനന്ദമേ, യേശുവിലുള്ള വാസമെന്റെ ആനന്ദമേ, യേശുവിലുള്ള വാസമെന്റെ ആനന്ദമേ. ഓ ആനന്ദമേ 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 ആനന്ദമേ. ആമേൻ. സന്തോഷമുള്ള കാര്യമല്ല സോളി. ദൈവ പൈതലായി ഞാൻ ജീവിക്കും. ദൈവ പൈതലായി ജീവിക്കുവാൻ ജയരാജ് ബ്രദറിനെ അന്ന് ദൈവം തെരഞ്ഞെടുത്തതാ. വർഷങ്ങളായിട്ടുള്ള അലർജി അന്ന് മാറി. ആ ഇത് ഹൈറ്റ്സ് വന്ന് പ്രാർത്ഥിച്ച് മഴ നനഞ്ഞ് വീട്ടിൽ ചെന്നു. പക്ഷെ അന്ന് മാറിയത്. അന്ന് കൈയടിച്ചൊരു ആമേൻ പറഞ്ഞേ. ഈ സമയത്ത് ഞാൻ ഇതുപോലെ അലർജി ആയിരിക്കുന്ന ആരെങ്കിലും എന്നെ കാണുന്നുവെങ്കിൽ ഒരു നിമിഷം എഴുന്നേറ്റ് വന്നാട്ടെ. നിങ്ങളുടെ രോഗം എത്ര വലുതാകട്ടെ. ജയരാജ് ബ്രദർ പറഞ്ഞോണ്ട് ഛർദിക്കുമായിരുന്നു. ഛർദിൽ കൂടിയിട്ട് മരിച്ചാൽ മതി എന്ന് തോന്നുന്ന സാഹചര്യത്തിലൂടെ പോയി. എന്നാൽ യേശു തന്നെ സൗഖ്യമാക്കിയെങ്കിൽ ജയരാജ് ബ്രദറിനെ മാത്രമല്ല എൻ്റെ യേശുവിനെ സൗഖ്യമാക്കാനുള്ളത്. ആരാണോ തന്നിൽ വിശ്വസിക്കുന്നത് അവരെ വിടുവിപ്പാൻ എൻ്റെ യേശു ശക്തമാണ്. ഈ പകൽ യേശു വിടുവിപ്പാൻ ശക്തമാണ്. ഓ ഞങ്ങൾ ഒരുമിച്ചൊരു വാക്ക് പ്രാർത്ഥിക്കുകയാണ്. പ്രിയ കർത്താവേ, ഞങ്ങൾ ജയരാജ് ബ്രദറിനോട് കൂടെ ചേർന്ന് അലർജിയായി ഭാരപ്പെടുന്ന കുടുംബങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ സൗഖ്യമാകട്ടെ, ഇപ്പോൾ സൗഖ്യമാകട്ടെ, ഇപ്പോൾ സൗഖ്യമാകട്ടെ, ഇപ്പോൾ വിടുവിക്കപ്പെടട്ടെ, ഇപ്പോൾ സ്വാതന്ത്ര്യം ഉണ്ടാകട്ടെ, ആ ബന്ധനങ്ങൾ അഴിയട്ടെ. സോളി ഇതുപോലെ ശ്വാസം മുട്ടലുള്ള ആളുകൾ, അലർജി കൊണ്ട് ശ്വാസം മുട്ടലുള്ള ആളുകൾ, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്പാ ജയരാജ് ബ്രദറിന് കൊടുത്ത സൗഖ്യം പോലെ കർത്താവേ ഇതേ രോഗത്താൽ ഭാരപ്പെടുന്നവർക്കായി കർത്താവേ അവിടുത്തെ കരം നീട്ടണമേ. അപ്പാ അലർജി നിമിത്തം ശ്വാസമുട്ടലുള്ളവർക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്പാ ഇപ്പോൾ തന്നെ അവിടുത്തെ കരം ചലിക്കണം. അപ്പാ വിശ്വസിച്ചാൽ പ്രാപിക്കുവാൻ കഴിയുന്ന അപ്പാ അവിടുത്തെ സൗഖ്യം അവർ അനുഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ അത് അനുഭവിക്കട്ടെ. അപ്പാ അവിടുത്തെ കരത്തിനായി നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്. ആമേൻ. കർത്താവിന്റെ വലിയ കരങ്ങൾക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അതേപോലെ ജയരാജ് ബ്രദറിന് ഇനിയും ചില സാക്ഷ്യങ്ങൾ പറയാനുണ്ട്. അടുത്ത ആഴ്ച ആരാധനയ്ക്ക് വന്ന് പങ്കെടുത്തപ്പോൾ പറഞ്ഞായിട്ട് ബ്രദറെ, പിറ്റേ ആഴ്ച വന്നപ്പോൾ എനിക്ക് നടുവേദനയും പിന്നെ ഈ കാലിന്റെ മുട്ടിന് വേദന ഉണ്ടായിരുന്നു. 2 മുട്ടിന്, പിന്നെ 2 കാലൊക്കെ മരവിച്ചായിരുന്നത്. അപ്പോൾ ഈ പ്രാർത്ഥിക്കാൻ വേണ്ടി നിന്നപ്പോൾ ബ്രദർ എൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഈ നടുവിൽ ഇങ്ങനെ തൊട്ട് കാണിച്ചു വന്നു, ഇവിടെ വേദനയുണ്ട്,
മുട്ടിൻ്റെ കീഴ്പോട്ട് രണ്ട് മരവിപ്പുണ്ട്. മുട്ടിൻ്റെ കീഴ്പോട്ട് വേദനയും പിന്നെ 2 കാലിനും മരവിപ്പ്. ഓക്കെ. ഇതൊക്കെ ഇപ്പം മാറുവാണെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞ് അടുത്ത ആഴ്ച വന്ന് സാക്ഷ്യം പറയണമെന്ന് ബ്രദർ പറഞ്ഞായിരുന്നു. ഓക്കെ. അന്ന് ഇതുപോലെ തലയിൽ കൈ വെച്ചു ബോധം കെട്ടങ്ങ് വീഴുന്നു. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു തണുപ്പ് വന്ന് അനുഭവപ്പെട്ടു. അന്ന് ഈ പ്രശ്നം എല്ലാം അങ്ങ് മാറിപ്പോയി. അപ്പൊ ഒരു തീരുമാനം എടുത്തു, യേശുവിന് വേണ്ടിയിട്ട് ജീവിക്കണമെന്ന് വിചാരിച്ചു. പിറ്റേ ആഴ്ച വന്ന് സ്നാനപ്പെട്ടു. ശരിക്കും പറഞ്ഞാൽ അവിടെ നമ്മുടെ ഇതുവയസ്സിൽ വെച്ച് ഇരുന്നപ്പോൾ ഞാൻ വിചാരിക്കണത് ഒരുപാട് നേരം ഇരിക്കുമ്പോഴാണ് ഈ കാലുവേദന മരവിപ്പൊക്കെ വരുന്നത്. അടുത്ത ആഴ്ച മുതലേ മാസത്തിൽ ഒരു ദിവസമൊക്കെ വരാം എന്നാണ് വിചാരിച്ചത്. അപ്പം അവിടുന്ന് ശരിക്കും പറഞ്ഞാൽ അവിടുന്ന് ആരാധന നടക്കുമ്പോൾ ബ്രദർ മെസ്സേജ് പറയുമ്പോൾ അവിടുന്ന് എഴുന്നേറ്റ് പോകണമെന്നാണ് വിചാരിക്കുന്നത്. താഴെ പോയി നിന്നിട്ട് താഴെ പോയി നിന്നിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടിട്ട് കയറി വരാമെന്ന് പറഞ്ഞിട്ടായിരുന്നത്. ശരിക്കും പറഞ്ഞാൽ ആളുകൾ ഇത്ര ഇരിക്കുന്നുണ്ട്, അതിന്റെ ഇടയിൽ കൂടെ നടന്നു പോകാൻ വേണ്ടി മാർഗമൊന്നുമല്ല ബ്രദറെ, ഒരു നാണക്കേട്. അതുകൊണ്ട് അവിടെ തന്നെ അങ്ങ് ഇരുന്നത്. അതാണ് ബ്രദറെ, കാരണം ദൈവത്തിനറിയാൻ ഞാൻ ഇന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ അവൻ എപ്പോഴെങ്കിലും വന്ന് വന്ന് സൗഖ്യമാക്കിയിട്ടാണ് എന്നെ അവിടുന്ന് വിട്ടത്. വല്ലപ്പോഴും വരാമെന്ന് തീരുമാനിച്ച ആളെ പിറ്റേ ദിവസം പിടിച്ച് വീണ്ടും കർത്താവ് സൗഖ്യമാക്കി. ദൈവത്തിന് എന്നും വരണമെന്നാണ് ആഗ്രഹം. ആനന്ദമേ 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 യേശുവിലുള്ള വാസം എന്റെ ആനന്ദമേ, യേശുവിലുള്ള വാസം എന്റെ ആനന്ദമേ, ആനന്ദമേ 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 യേശുവിലുള്ള വാസം എന്റെ ആനന്ദമേ, യേശുവിലുള്ള വാസം എന്റെ ആനന്ദമേ. ഓ ആനന്ദമേ 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 ആനന്ദമേ. അത് ബ്രദറിന്റെ സൗഖ്യമായിരുന്നു. രണ്ടാമത്തെ ആഴ്ച കൂടി, മൂന്നാമത്തെ ആഴ്ച സ്നാനപ്പെട്ടിട്ടാണ് കൂടെ കൂടിയത് അല്ലേ? മറ്റൊരു സാക്ഷ്യങ്ങളുണ്ട് ബ്രദറെ, എൻ്റെ വൈഫിൻ്റെ ആണ്. കാരണം വൈഫ് ഡെലിവറൻസ് മീറ്റിംഗ് വന്നപ്പോൾ നമുക്ക് കൊച്ചു ഹോളാണ്. അപ്പോൾ അവിടെ വന്നപ്പോൾ ബ്രദറിൻ്റെ അടുത്ത് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നപ്പോൾ ബ്രദർ പറഞ്ഞ് തൈറോയ്ഡ് മാറിപ്പോവാണെന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഈ തൈറോയ്ഡ് എൻ്റെ ഭാരം ഒരു 3 വർഷമായിട്ട് വൈഫിനുണ്ട്. അത് വളരെ കൂടുതലായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ എപ്പോഴും തലകറക്കൊക്കെ വരും, തലകറക്കൊക്കെ വരും. ഞാനിങ്ങനെ ജോലിക്ക് പോയിട്ട് വരുമ്പോൾ ആശുപത്രി പോകാനായിട്ട് റെഡി ആയിരിക്കും. അതുപോലെ പ്രയാസം അങ്ങനെയായിരുന്നു. അങ്ങനെ ആശുപത്രിയിൽ കൊണ്ടു നടന്ന് ഇപ്പോൾ തൈറോയിഡിന് വളരെ കൂടുതലായിരുന്നു. ആ സമയത്താണ് ബ്രദർ പറഞ്ഞത് തൈറോയിഡ് മാറിപ്പോവാന്ന് പറഞ്ഞു. അന്ന് ഞങ്ങൾ അതിനെ ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ റിസൾട്ട് വന്ന് സാക്ഷ്യം പറഞ്ഞായിരുന്നു, അത് നോർമലായിരുന്നു. അങ്ങനെ വളരെ കൂടുതലായിരുന്നു ആ സമയത്ത്. ആ കർത്താവ് അപ്പോൾ കാൽവേദന മാറി, കാലിന് മരവിപ്പ് പോയി, ഉച്ചനേരം ഇരിക്കാൻ പറ്റത്തില്ലായിരുന്നു. അതോടൊപ്പം വർഷങ്ങളായ അലർജി തന്നെ അലട്ടിയിരുന്ന കാര്യം മാറി, വൈഫിന്റെ തൈറോയ്ഡ് മാറി. പറഞ്ഞിട്ട് പിന്നെ കൊളസ്ട്രോൾ ഉണ്ടായിരുന്നു, അത് 2 വർഷത്തോളമായിട്ട് കൊളസ്ട്രോൾ ഉണ്ടായിരുന്നു. അത് ഈ കൂടുതലായിരുന്നു സംഭവം. അപ്പം ബ്രദറെ സ്നാനപ്പെടുത്താൻ നേരത്ത് സ്നാനക്കുളത്തിൽ വെച്ച് പറഞ്ഞു കൊളസ്ട്രോൾ കെട്ടി കിടക്കുന്നുണ്ട്, അത് ഇന്ന് മാറുവാണെന്ന് പറഞ്ഞു. അതും പോയി സ്വോത്രം. അപ്പം ഞാനാണെങ്കിൽ വന്നിട്ട് ബ്രദർ പറഞ്ഞ് ഒരു മുറിക്കകത്തിരുന്ന് തനിച്ചിരുന്ന് വൈഫ് പ്രാർത്ഥിക്കുന്നതായിട്ട് കാണുന്നുണ്ടെന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ അത് എൻ്റെ പല കാര്യങ്ങളുടെയും ചോദ്യത്തിനാണ് ബ്രദർ ദൈവം കൂടെ ഉത്തരം പറഞ്ഞത് ബ്രദറിലൂടെ. കാരണം പറഞ്ഞാൽ ഞാൻ എപ്പോഴും ഇങ്ങനെ പരാതി പറയുമായിരുന്നു, എൻ്റെ കർത്താവ്, എൻ്റെ ദൈവമേ, നീ എന്തിനാ എന്നെ, ഞങ്ങൾ എന്ത് പാപം ചെയ്തിട്ടാണ് ഞങ്ങളിങ്ങനെ ഇട്ട് ശിക്ഷിക്കണത് ഈ രോഗങ്ങൾ വരുമ്പോഴേ. കാരണം ശരിക്കും പറഞ്ഞാൽ മനുഷ്യരുടെ കാര്യം എന്ന് പറഞ്ഞാൽ നന്മ വരുമ്പോൾ ദൈവത്തെ പൊഴുത്തി പറയത്തില്ല, ജീവിതത്തിൽ തിന്മ പറയുമ്പോൾ ദൈവത്തിന് എല്ലാം കുറ്റമാണ്. പ്രസംഗിക്കാൻ വിടാനുള്ള എല്ലാ ക്വാളിറ്റിയും ആയി കേട്ടോ. യേശുവിന്റെ സ്വന്തം ജീവനെ കൊടുത്ത് നമ്മളെ വിലയ്ക്ക് വാങ്ങിയത് നമ്മളെ അറിയുന്നില്ല സംഭവം. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചർച്ചിൽ കടന്നു വരുമ്പോൾ ബ്രദർ നമ്മളെ പഠിപ്പിക്കുകയും വചനമായിട്ട് ഇരുന്നപ്പോഴും ഒക്കെയാണ് അത് നമുക്ക് ആ സത്യം നമ്മൾ മനസ്സിലാക്കണം. ദൈവം രോഗം തരത്തില്ല, ദൈവം നന്മയെ തരത്തുള്ളൂ. യേശുവിന്റെ സ്വന്തം ജീവനെ കൊടുത്ത് നമ്മളെ വിലയ്ക്ക് വാങ്ങിയെന്നാണ് ആ വചനം പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ബ്രദറിന്റെ ചർച്ചിൽ വന്ന ബ്രദറിന്റെ മെസ്സേജും കേട്ട് വചനത്തോടൊപ്പം ഇരിക്കുവാൻ കഴിഞ്ഞപ്പോഴാണ് ഏറ്റവും നല്ലൊരു ബോധ്യം ഉണ്ടായത്. ജയരാജ് ബ്രദർ പറഞ്ഞൊരു നല്ല വാചകം,
വചനത്തോടൊപ്പം ഇരിക്കാൻ കഴിഞ്ഞതാണ് ജീവിതത്തെ മാറ്റിയത്. താങ്ക് യു വെരി മച്ച് ബ്രദറെ. ഈ സമയത്ത് നമുക്ക് തൈറോയ്ഡ് ഫംഗ്ഷന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. ടീനൽ ബ്രദറെ, തൈറോയ്ഡ് ഫംഗ്ഷനാൽ ഭാരപ്പെടുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിച്ചാട്ടെ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നപ്പോൾ ആരെല്ലാം ഇന്ന് പകൽ ഞങ്ങളോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു, ഭാരപ്പെടുന്നു, ഇന്ന് പകൽ സ്വർഗത്തിന്റെ അത്ഭുതകരങ്ങൾ ആ ഓരോ വ്യക്തികളെയും തൊടണമേ. ആ തൈറോയ്ഡ് ഫംഗ്ഷൻ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ നോർമൽ ആകട്ടെ കർത്താവേ, ഇന്ന് പകൽ നോർമൽ ആകട്ടെ അപ്പ. സൗഖ്യമാക്കുന്ന ഞങ്ങളുടെ സാന്നിധ്യം ഇപ്പോൾ തൊടണമേ കർത്താവേ, തൊടണമേ അപ്പ. അവിടെ അങ്ങനെ ചെയ്യുന്നതിനായി നന്ദി. പ്രിയ കർത്താവേ, ഞങ്ങളോടൊപ്പം കാണുന്ന തൈറോയ്ഡ് ഫംഗ്ഷനിൽ പ്രയാസമുള്ള സകല കുടുംബങ്ങൾക്കുമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പാ. അങ്ങയുടെ അത്ഭുത കരങ്ങൾ ആ കുടുംബങ്ങളെ തൊടണമേ. സൂപ്പർ നാച്ചുറൽ ആയ വീടുകൾ വിടുവിക്കപ്പെടട്ടെ. ഇന്ന് പകൽ ആ വീട് സൗഖ്യമാകട്ടെ. യേശുവിനാലുള്ള വിടുതൽ ആ വീട് അനുഭവിക്കട്ടെ. Right now in the name of Jesus. Right now in the name of Jesus. സോളിങ്ങോട് പ്രാർത്ഥിച്ചു. ആമേൻ. യേശുവിന്റെ നാമത്തിൽ അപ്പാ കർത്താവേ, ഹോർമോണിന്റെ വ്യതിയാനം കാരണം ഇതേപോലെ പ്രയാസം അനുഭവിക്കുന്നവർ, കർത്താവേ, ശരീരത്തിൽ ക്ഷീണമുണ്ടാകുന്നവർ, അമിതമായി മെലിയുന്നവർ, കർത്താവേ, അമിതമായി വണ്ണം വെക്കുന്നവർ, യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ അപ്പാ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ കർത്താവേ. അതേപോലെ സിസ്റ്റുകൾ ശരീരത്തുണ്ടാകുന്നവർ അപ്പാ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ യേശുവിന്റെ നാമത്തിൽ അപ്പാ. ആ ഹോർമോണിന്റെ ലെവലുകൾ നോർമലാകട്ടെ അപ്പാ. ആ തൈറോയ്ഡ് ലെവലുകൾ നോർമലാകട്ടെ അപ്പാ. അവിടുന്ന് പറഞ്ഞ സൗഖ്യത്തിനായി നന്ദി. തൈറോയ്ഡ് എന്ന് പറയുന്ന ഒരു മുഴ പോലെയാണ്. ഇന്ന് രാത്രി, ഇന്ന് പകൽ നമ്മളെ കാണുന്ന സകല കുടുംബങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. PCOD മാറട്ടെ, തൈറോയ്ഡ് ഗ്രന്ഥിയിലെ പ്രശ്നങ്ങൾ മാറട്ടെ, പിറ്റ്യൂട്ടറി ഗ്രന്ഥിയിലെ പ്രശ്നങ്ങൾ മാറട്ടെ, സകല ഹോർമോണൽ ഇഷ്യൂസ് മാറട്ടെ, ട്യൂമറുകൾ മാറട്ടെ, PCODകൾ മാറട്ടെ. യേശു ഈ രാത്രി, ഈ പകൽ വ്യക്തികളെ തൊടട്ടെ. ആ കൈകളൊന്നും അവിടേക്ക് വെച്ച് യേശു തരുന്ന സൗഖ്യം അനുഭവിച്ച് റൈറ്റ് നൗ ലോർഡ്. ഈ ബ്രാൻഡ് ലൈഫിലുണ്ടായ അനുഭവം ഒന്ന് നോക്കിയാട്ടെ. തനിക്ക് എവിടെ നിന്നും രക്ഷയില്ല, ധാരാളം മെഡിസിനുകൾ ഉപയോഗിച്ചിട്ടുണ്ടാവും. ഇതിനൊരു അവസാനമുണ്ടാകുമോ എന്ന് ചിന്തിച്ചിരിക്കുന്ന സമയത്താവും കർത്താവിനെ കണ്ടെത്തുവാനിടയായത്. ഈ TV പ്രോഗ്രാമുകൾ, അല്ലെങ്കിൽ നമ്മൾ പങ്കുവെക്കുന്ന ദൈവിക സന്ദേശങ്ങൾ, അത്ഭുത സാക്ഷ്യങ്ങൾ അനേകരെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരികയാണ്. എന്നെ കാണുന്ന ആരെങ്കിലും അയ്യോ ഈ രോഗം എന്നെ കൊണ്ടുപോകുമോ എന്ന് ചിന്തിച്ചിട്ടാണോ നിങ്ങളായിരിക്കുന്നത് എങ്കിൽ അത് അവിടെ മറന്നേക്ക്. കർത്താവിൻ്റെ അടുക്കൽ വന്നാട്ടെ. കർത്താവ് നിങ്ങളെ കൈനീട്ടി വിളിക്കുകയാണ്. അവൻ്റെ വലങ്കരം നിന്നെ പിടിച്ചിരിക്കുകയാണ്. അതൊരിക്കലും നിന്നെ വിട്ടുകളയത്തില്ല. നീ ആയിരിക്കുന്ന ഏത് പ്രതിസന്ധിയാണെങ്കിലും, രോഗമാണെങ്കിലും, വേദനയാണെങ്കിലും അതിൽ നിന്നും പൂർണ്ണമായും ജയത്തിലേക്ക് കൊണ്ടുവരുവാൻ, നന്മയുടെ ഒരു അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാൻ കർത്താവിൻ്റെ ഒപ്പമായിരുന്നാട്ടെ. ഹല്ലേലൂയ. ഈ പ്രയാസത്തിൽ, വേദനയിലായിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വിശ്വാസത്തോടെ കർത്താവിങ്കിലേക്കൊന്ന് നോക്കിയാട്ടെ. നിങ്ങളെ തന്നെ ഒന്ന് സമർപ്പിച്ചാട്ടെ. ആ പ്രശ്നത്തെ അവൻ്റെ കരങ്ങളിൽ കൊടുപ്പിച്ചാട്ടെ. നിശ്ചയമായും അതിനൊരു മറുപടിയെ നിങ്ങൾക്ക് ലഭിക്കാനായി കഴിയും. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അപ്പോൾ ഞങ്ങളെ കാണുന്ന ഓരോ കുടുംബങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവേ, നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു. ആശ്വസിപ്പിക്കുന്ന, കരുതുന്ന അവിടുത്തെ പ്രവൃത്തിക്കായി സ്തോത്രം അപ്പാ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. അവിടുന്ന് ചെയ്യുന്ന അപ്പോൾ ആ വലിപ്പമുള്ള കരത്തിനായി നന്ദി പറയുന്നു കർത്താവേ. ഞങ്ങളെ കാണുന്ന കുടുംബങ്ങളിൽ നിരാശയിലും വേദനയിലും കർത്താവേ ഇതിനൊരു മറുകരയുണ്ടോ എന്ന് ചിന്തിക്കുന്ന കർത്താവേ, അപ്പോൾ കുഴഞ്ഞ അവസ്ഥയിലുമായിരിക്കുന്നവർ കർത്താവെ ഇന്ന് രാത്രികാലം കർത്താവിനെ അനുഭവിക്കട്ടെ അപ്പാ. യേശുവേ, ഇന്ന് രാത്രികാലം ദൈവത്തിൻ്റെ ഒരു സന്ദർശനം അവരുടെ ലൈഫിലുണ്ടാകട്ടെ അപ്പാ. കർത്താവേ, നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു. ആശ്വസിപ്പിക്കുന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു. കരുതുന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു. ഈ കുടുംബങ്ങളുടെ മേൽ അവിടുത്തെ കൃപയുണ്ടാകണം അപ്പാ. ഈ കുടുംബങ്ങളുടെ മേൽ അവിടുത്തെ കൃപയുണ്ടാകണം അപ്പാ. താങ്ക് യു ജീസസ്. കർത്താവെ, അതേപോലെ എനിക്കൊരു വ്യക്തിയെ കാണാം. ആ വ്യക്തി സാമ്പത്തികമായി നല്ല രീതിയിലായിരുന്നൊരു വ്യക്തിയാണ്. പക്ഷേ ഇപ്പോഴെല്ലാം തകർന്ന അവസ്ഥയിലാണ്. തൻ്റെ മനസ്സ് ധൈര്യമില്ലാത്ത സ്ഥിതിയിലായിരിക്കും. ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല, ധൈര്യം വരുന്നില്ല. ഇനിയൊരു ജയത്തിലേക്ക് പോകാൻ കഴിയുമോ എന്ന് ചിന്തിക്കാൻ പോലും കഴിയാത്ത സ്ഥിതിയിലായിരിക്കുന്നു. ആ വ്യക്തിയോട് കർത്താവ് സംസാരിക്കുകയാണ്.
അവൻ നിങ്ങളെ മാടി വിളിക്കുന്നതെന്ന് കേട്ടാട്ടെ. ഹല്ലേലൂയ, ആമേൻ. കർത്താവിൻ്റെ അടുക്കൽ കൊണ്ടുവരുമ്പോൾ അവന് നിങ്ങളെക്കുറിച്ചൊരു ഉദ്ദേശമെന്ന് പറയുന്നത് ജയത്തിൻ്റെ ഒരു ലൈഫിനെ നിങ്ങൾക്ക് പങ്കുവെക്കുക എന്നതാണ്. ക്രിസ്തുവിലായിരിക്കുന്ന ഒരു വ്യക്തിക്ക് ജയത്തെ അനുഭവിക്കാൻ കഴിയത്തുള്ളൂ. നിങ്ങൾ തകർന്ന സ്ഥിതിയിൽ നിന്നും കർത്താവ് നിങ്ങളെ ഉയർച്ചയിലേക്ക്, ആമേൻ, ബ്ലെസ്സിങ്ങിൻ്റെ അനുഭവത്തിലേക്ക് കൊണ്ടുപോവുക. ഹല്ലേലൂയ. ആ കുടുംബത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു കർത്താവേ, ആ കുടുംബത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു കർത്താവേ. ആ വ്യക്തി ആഷ് കളറിലെ ക്ലോത്തുള്ള ഒരു സെറ്റിയിലാണ് ഇരിക്കുന്നത്. കർത്താവെ, വ്യക്തിയെ തൊടുകയാണ്. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. അപ്പോൾ അവിടുന്ന് ചെയ്യുന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു. ഹല്ലേലൂയ. അവിടുന്ന് ആശ്വസിപ്പിക്കുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേൾക്കും യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. എല്ലാവിധമായ നന്മകൾ കൊണ്ടും കർത്താവ് നിറയ്ക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. TV പ്രേക്ഷക സംഗമം കട്ടപ്പനയിൽ മെയ് 15 രാവിലെ 10:30 മുതൽ. സ്ഥലം കട്ടപ്പന മുനിസിപ്പൽ ടൗൺ ഹാൾ, ഐശ്വര്യ തിയേറ്ററിന് സമീപം. TV പ്രേക്ഷക സംഗമം തൃശൂരിൽ മെയ് 16 രാവിലെ 10:30 മുതൽ. സ്ഥലം കമ്മ്യൂണിറ്റി ഹാൾ, നെഹ്റു നഗർ, കുരിയച്ചിറ, തൃശൂർ. TV പ്രേക്ഷക സംഗമം കോട്ടയത്ത് മെയ് 22 രാവിലെ 10:30 മുതൽ. സ്ഥലം മാമൻ മാപ്പിള ഹാൾ, കോട്ടയം. TV പ്രേക്ഷക സംഗമം പാലക്കാട് മെയ് 23 രാവിലെ 10:30 മുതൽ. സ്ഥലം മോത്തി മഹൽ കല്യാണ മണ്ഡപം, KSRTC ബസ് സ്റ്റാൻഡിനു സമീപം, നൂറണി. TV പ്രേക്ഷക സംഗമം കാട്ടാക്കട മെയ് 29 രാവിലെ 10:30 മുതൽ. സ്ഥലം ദേവി ഓഡിറ്റോറിയം, കാട്ടാക്കട.